ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും എൻ്റെ പേര് ജിമ്യ, തലശ്ശേരിക്കടുത്ത് കോളയാടാണ് എൻ്റെ സ്വദേശം. എല്ലാ ദിവസവും നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു സൂപ്പർ പ്രൊഡക്റ്റുകളെ പറ്റി ട്രെയിനിങ് കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു ദിവസം, ഈ ഒരു സമയം നമ്മളിവിടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മളെല്ലാവരും ഒത്തുചേരാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇന്നും നമുക്കൊരു സൂപ്പർ പ്രൊഡക്റ്റുകളെ പറ്റി, വുമൺ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സൂപ്പർ പ്രൊഡക്റ്റുകളെ പറ്റി നമുക്ക് ട്രെയിനിങ് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്കേറെ സുപരിചിതയായ നമ്മുടെ എറണാകുളത്ത് മാമലയിൽ നിന്നുള്ള സവിത സുധി മാഡമാണ് എത്തിച്ചേരുന്നത്. അപ്പം മാഡത്തെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുൻപേ നമുക്ക് പ്രോഡക്റ്റുകളെ പറ്റിയാണ് നമുക്ക് മാഡം പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം അതില് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും അത് കുറിക്കാനുള്ള നോട്ട്ബുക്കും പെന്നും അല്ലെ ഡയറി ആണെങ്കിൽ ഡയറി അതെല്ലാം എടുത്ത് കരുതിയിരിക്കുക. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് മാഡത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം സവിത സുധി മാം. താങ്ക് യു ജിമ്യ. ഇന്ന് എല്ലാവർക്കും നമസ്കാരം. ജിമ്യ മാം പറഞ്ഞ പോലെ ഞാൻ സവിത, എറണാകുളം ജില്ലയിലെ മാമലയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. എല്ലാവരും വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. കാരണം നമ്മൾ ഇന്ന് ഇവിടെ സ്ത്രീകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോണത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സ്ത്രീകളാണ്. അപ്പൊ ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലുള്ളതിൽ ഒരുപക്ഷെ ഈ സ്ത്രീകൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് സ്ത്രീകളെ കുറിച്ചൊരു ചർച്ചയുള്ളത് തന്നെ. അപ്പൊ സ്ത്രീകളെ സ്നേഹിക്കുന്ന പുരുഷന്മാർക്കും തീർച്ചയായിട്ടും അതൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു സെഷൻ ചെയ്യുന്നതിലൂടെ ഇങ്ങനെ സ്ത്രീകളെ കുറിച്ചൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതിന് എന്നെ പ്രാപ്തിയാക്കിയ വിന്നിംഗ് ടീം ലീഡേഴ്സിനും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയ വിന്നിംഗ് ടീം ലീഡേഴ്സിന് ആദ്യമേ തന്നെ അകമഴിഞ്ഞ് നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിമൻ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്ത്രീകളുടെ ഒരു സ്ഥാനം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പറയാതെ വിട്ടുപോകുന്നത് ശരിയല്ല. കാരണം നമ്മുടെ ഭാരത സംസ്കാരത്തില് പണ്ട് മുതലേ സ്ത്രീകൾക്ക് ഒരു വളരെ ഉയർന്ന ഒരു സ്ഥാനം നൽകിയിരുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാല് വേറെ എന്തെല്ലാം കാര്യങ്ങൾ നേടിയിട്ടും നമ്മുടെ ഹെൽത്ത് ഇല്ലാതെയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് കാര്യമില്ല. അതിന് സ്ത്രീകൾക്ക് ഒരു ഉന്നതമായ സ്ഥാനം കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അതേപോലെ തന്നെ വേറെ ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും പറയുന്നത് ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞ ഒരു മിനിറ്റ്. ക്ലിയർ ആണ് മേഡം, ക്ലിയർ ആണ്. ക്ലിയർ ആണ് മാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നമ്മള് സ്ത്രീകളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ്. കാരണം അതില് സ്ത്രീകൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സ്ത്രീകൾക്ക്. അത് ഏറ്റവും തുടക്കത്തിലെ അല്ലെങ്കിൽ ഏറ്റവും ഒരു സമൂഹത്തിന്റെ ഏറ്റവും ഒരു ക്യാപ്സ്യൂൾ ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ കുടുംബം. നമ്മുടെ കുടുംബത്തില് സ്ത്രീകളുടെ അഭാവം അതെങ്ങനെ ഇരിക്കുമെന്ന് ഒരു മിനിറ്റ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അത്രയധികം കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു സ്ത്രീക്ക് കുടുംബത്തിൽ ചെയ്യേണ്ടതുണ്ട്. കാര്യം ഒരുപക്ഷെ വരുമാനം കാര്യങ്ങളും കൂടുതൽ പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപക്ഷെ പുരുഷന്മാരായിരിക്കാം. അവരുടെ കൂടെ ചെന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം സ്ത്രീകൾക്കുണ്ട്. അത് ഭംഗിയായി ചെയ്യുന്ന ഏത് കുടുംബത്തിലാണെങ്കിലും ആ കുടുംബം വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടാവും, ഉയർച്ചയും ഉണ്ടാകും. ആരോഗ്യകരമായിട്ടും സാമ്പത്തികമായിട്ടും എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും അത് അങ്ങനെയായിരിക്കും. നമ്മൾ
കാണുന്നതാണ്. പലപ്പോഴും പല കുടുംബങ്ങളുടെയും തകർച്ചയിലേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷെ ഒരു സ്ത്രീയുടെ അഭാവമാകാം, അല്ലെങ്കിൽ നല്ലൊരു കഴിവുള്ളൊരു സ്ത്രീ അവിടെ ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കാം. അപ്പോ ഒരു സ്ത്രീ എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിന്റെ കണ്ണാണെന്ന് പറയാം. കണ്ണിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം തന്നെ ഉണ്ട് ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തിലും. അപ്പോ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ സ്ത്രീകൾ ബാക്കി എല്ലാവരുടെയും ആരോഗ്യം ശ്രദ്ധിക്കും, അല്ലെ? കുടുംബത്തിലെ ബാക്കി എല്ലാ ആളുകളുടെയും ആരോഗ്യം ശ്രദ്ധിക്കുന്നതൊക്കെ സ്ത്രീകളാണ്. ഇത്രയധികം പ്രാധാന്യമുള്ള സ്ത്രീകള് സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം കരുതലെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ സംശയത്തോടു കൂടി വീക്ഷിക്കേണ്ട ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പണ്ടൊക്കെ അവർക്ക് ഒരു ആചാരങ്ങളുടെ ഭാഗമായിട്ടോ ഒക്കെ അവർക്ക് അതിനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയില് പുരുഷന്റെ ഒപ്പമോ അല്ലെങ്കിൽ പുരുഷനേക്കാൾ ഒരുപടി ഉയർന്ന ഔദ്യോഗിക പദവികളിലും മറ്റും തിരക്കേറിയ ഒരു ജീവിത ശൈലിയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നതോടുകൂടി അവരുടെ ആരോഗ്യം ഓരോ ദിവസം ചെല്ലുന്തോറും പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാല് അതിനൊരു എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല, മാനസികമായിട്ടുള്ള ആരോഗ്യവും സാമൂഹ്യപരമായിട്ടുള്ള ഒരു ആരോഗ്യം ഒക്കെ, ആരോഗ്യം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണല്ലോ. അപ്പോ നമ്മുടെ ശാരീരിക ആരോഗ്യം നമുക്കറിയാം, തീർച്ചയായിട്ടും അത് നമ്മുടെ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയും ഒക്കെയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ സ്ത്രീകളുടെ ഭക്ഷണശീലത്തിനെ കുറിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ ഉണ്ട്. അപ്പോ അവർക്ക് തന്നെ അറിയാം അവരുടെ ഭക്ഷണശീലം എങ്ങനെയുള്ളതാണെന്ന്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അളവനുസരിച്ച് അവരുടെ ഭക്ഷണം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അത് അല്ല എന്ന് പറയാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കുറച്ച് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ആരായിരിക്കും അത് കഴിച്ചു തീർക്കുക? തീർച്ചയായിട്ടും സ്ത്രീകൾ തന്നെയായിരിക്കും, അല്ലേ? നമ്മള് മറ്റാർക്കും അത് കൊടുക്കില്ല. കാരണം ഇച്ചിരി ഇപ്പൊ രാവിലെ ഉണ്ടാക്കിയ സാധനമാണ് നമ്മള് വൈകുന്നേരമാണെങ്കിൽ നമ്മൾ സ്ത്രീകളായിരിക്കും അത് കഴിക്കുക. ഒരിക്കലും മറ്റാർക്കും, എന്റെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ അത് കൊടുക്കാനായിട്ട് സ്ത്രീകൾ തയ്യാറാവാറില്ല. അത് എല്ലാം നമ്മൾ തന്നെയാണ് കഴിച്ചു തീർക്കുക. അതായത് നമ്മള് ശരിക്കും പറഞ്ഞാൽ എന്താന്ന് ആലോചിച്ച് നോക്കിയേ, വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോ ഈ ഇങ്ങനെയുള്ള ഒരു ഭക്ഷണശീലം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക്, എല്ലാവർക്കും എന്താ ഞാൻ വീഡിയോ ഓൺ ആക്കി ഇരിക്കുന്നവർക്കൊക്കെ ചിരി വരുന്നുണ്ട്. കാരണം ഉള്ള കാര്യം പറയണേ, അല്ലേ? അതുകൊണ്ടാണ്. അപ്പോ ഈ ഇതിന്റെ അർത്ഥം നമ്മള് ക്വാണ്ടിറ്റിക്കാണ് കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ പ്രാധാന്യമുള്ളൂ, ക്വാളിറ്റിക്ക് പ്രാധാന്യം ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ക്വാളിറ്റി ഉള്ള ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിക്കുന്ന എത്ര പേര് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കും? അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ ഭക്ഷണം നമ്മൾ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാവിന് വേണ്ടതോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉള്ള സാധനം തീർക്കാനുള്ള ഒരു ആവശ്യത്തിന് മുകളിൽ നമ്മൾ കഴിക്കണോ ഒക്കെ ആയിരിക്കാം. ഒരിക്കലും നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ട ഭക്ഷണമല്ല നമ്മൾ കഴിക്കുന്നത്. അതായത് ക്വാളിറ്റി ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അപ്പൊ വയററിയാതെ കഴിക്കുക, പോഷകങ്ങളുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെക്കും പല കാര്യങ്ങളും. അവർക്ക് അത് ഇഷ്ടമാണല്ലോ എന്ന് കരുതി നമ്മുടെ ഒരു ഷെയറും കൂടി ചിലപ്പോൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഈ ഭക്ഷണശീലവും ഒക്കെ നമുക്ക് ദോഷമുണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബത്തിനും കൂടെ ഒരു ലോങ് റണ്ണിൽ നോക്കുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നത്, നമ്മുടെ കുടുംബത്തിനും കൂടി ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ് എന്ന് സ്ത്രീകളോട് പൊതുവെ ഇപ്പൊ നമ്മള് പല ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താന്ന് വെച്ചാൽ മിക്കവാറും ലേഡീസ് പറഞ്ഞു എനിക്ക് ചോറ് തിന്നാൻ ഇഷ്ടം, എനിക്ക് 3 നേരം ചോറ് തന്നെ ഇഷ്ടമാണ് കഴിക്കാനെന്ന് പറയും, അല്ലേ? അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? എപ്പോഴും നമുക്ക് പല ക്ലാസ്സുകളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നവരാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ഒപ്പം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടുക. അത് നമുക്ക് അറിയാമെങ്കിലും പലപ്പോഴും നമ്മളത്
എന്താ പറയാ കണ്ണടച്ചങ്ങ് വിടും അല്ലേ? അപ്പോ അതിന്റെ ഫലമായിട്ട് നമ്മൾ കുറച്ചു കാലം കൊണ്ട് നമുക്ക് ഒരു മിഡിൽ ഏജ് ഒന്നും ആവണ്ട, ഒരു 25-30 വയസ്സാകുമ്പോഴത്തേക്കും പല വിധത്തിലുള്ള അസുഖങ്ങളുടെ കാവൽക്കാരായിട്ട് നമ്മൾ മാറുന്നുണ്ടാവും എന്നതാണ് അതിന്റെ ഒരു എന്താ അന്തിമ ഫലമായിട്ട് വരാൻ പോകുന്നത് അതാണ്. അപ്പോ വെസ്റ്റീജ് കമ്പനിക്ക് നമ്മുടെ ഭാരത സംസ്കാരം അനുസരിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ കയ്യിലാണ് ഒരു ജനതയുടെ ആരോഗ്യം മുഴുവനും ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ വെസ്റ്റീജ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒപ്പം നമ്മൾ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ നല്ലൊരു ജീവിതശൈലി നമുക്കും ഉണ്ടാക്കണം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും നല്ലൊരു ജീവിതശൈലി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ സ്ത്രീകളുടെ ഒരു കർത്തവ്യമായി തന്നെ കാണുന്നത് നമ്മുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ മാത്രമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടികളാണ് അടുത്ത നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അസറ്റായിട്ട് മാറേണ്ടവര്. അപ്പോ നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ അത് പഠിക്കേണ്ടത്. അപ്പൊ തീർച്ചയായും നമ്മളിൽ നിന്ന് മാറ്റങ്ങൾ തുടങ്ങണം. നമ്മൾ ഇപ്പൊ ഇത്രയും നാളും പിന്തുടർന്നു വരുന്ന ഒരു കഷ്ടം, അതായത് എന്തും ബാക്കിയുള്ളത് കഴിച്ചു തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഈ ഒരു പ്രവണതയുണ്ടല്ലോ, അത് നമ്മളോടുകൂടി അവസാനിക്കണം. അത് പിന്നീട് ഒരു അടുത്ത തലമുറയിലേക്ക് ഒരിക്കലും പാസ് ചെയ്തെന്ന് ഇവിടെയുള്ള ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരോടുമായിട്ട് ഞാൻ പറയാണ്. അപ്പോ അത് കാരണം എന്താണെന്ന് വെച്ചാല് സ്ത്രീകൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ ഒരു വീട്ടിലെ കുടുംബത്തിന് ആരോഗ്യത്തോടു കൂടി ഇരിക്കാനും ഒക്കെ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ സ്ത്രീകള് പുറത്തിറങ്ങി ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേനും നമ്മളുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ പലപ്പോഴും പലരുടെയും അടുക്കള പോലും ശരിയായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയ. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളും അത് വീട്ടിലുള്ള കുട്ടികൾക്കാണെങ്കിൽ അത് മതി. അത് ശരിക്കും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു വിപത്താണ്. ശരിക്കും നമ്മളെ കുട്ടികളിലേക്ക് ചെറിയ പ്രായത്തിൽ എന്ത് കൊടുക്കുന്നോ അതാണ് അവരുടെ ടേസ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം അവരെ ശീലിപ്പിക്കുകയും അത് ആരോഗ്യകരമാണ് എന്ന് അവർക്ക് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അറിവ് കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവർ ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അതോടൊപ്പം തന്നെ ആ ഭക്ഷണങ്ങളുടെ രുചി അവർ മനസ്സിലാക്കി നല്ലതെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഉൾക്കൊള്ളുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ നമ്മുടെ വീടുകളിൽ നിന്നും അടുക്കള മാറിപ്പോയതിന്റെ ഫലമായിട്ടാണ് പല അസുഖങ്ങളും ഇന്ന് ഇപ്പൊ ഫാറ്റി ലിവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെറുപ്രായത്തിൽ, അതായത് ഒരു 20 വയസ്സ് ഒക്കെ ആവുമ്പോഴേക്കും തന്നെ ഫാറ്റി ലിവർ വന്നിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അപ്പോൾ അതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നും കുട്ടികൾ അകന്നു പോയി തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്ത്രീകള് അതിന്റെ ഒരു ഭാഗമാണല്ലോ. നമ്മള് വീട്ടിലുള്ളവര് പുറത്തുനിന്നുള്ള ഫുഡ് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ സ്ത്രീകൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പാചകം പരമാവധി കുറയ്ക്കും. ഉണ്ടാക്കിയത് തിന്നാനായിട്ട് ആരുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും. അത് മാറ്റിയിട്ട് നമ്മുടെ ഒരു എന്താ പറയാ നമ്മളെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കൂടുതലും കുട്ടികൾക്കും ആണെങ്കിലും വീട്ടിലുള്ളവർക്കും പരമാവധി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഷരഹിതമായി കൊടുക്കുന്നതിനും നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുറവുകൾ, എന്തായാലും നമ്മുടെ ഭക്ഷണത്തിൽ കുറവുകൾ ഉണ്ടാകും. ആ കുറവുകളെല്ലാം നികത്തുന്നതിന് നമ്മൾ നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഭക്ഷണത്തിൽ എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും അത് നികത്താൻ കഴിയുന്ന സപ്ലിമെന്റുകൾ, അതായത് ലോകോത്തര നിലവാരത്തിലുള്ള സപ്ലിമെന്റുകൾ ലഭിക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. ആ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ കഴിക്കുകയും കുട്ടികൾക്കും അതേപോലെ ഹസ്ബൻഡിനും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തർക്കും സപ്ലിമെന്റുകൾ കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രസവിക്കുന്നവൾ എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു അല്ലെങ്കിൽ പ്രസവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സ്ത്രീയെ എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങളിലൂടെ ഒരു സ്ത്രീ കടന്നു പോകുന്നുണ്ട്. ജനിച്ച് വീഴുന്നത് മുതല് ഒരുപാട് പല സ്റ്റേജുകളിലായിട്ട് പല മാറ്റങ്ങൾക്ക് വിധേയമാണ് നമ്മുടെ ലേഡീസിന്റെ ശരീരവും അതേപോലെ മനസ്സും ഒക്കെ, അല്ലെ?
അതായത് ഒരു ടീനേജ് 10 വയസ്സ് 12 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒരു പ്യൂബർട്ടിയുടെ ഒരു സ്റ്റേജ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും അത് കടന്നു വന്നിട്ടുള്ളവരാണ്. ഒരുപാട് മാറ്റം നമ്മുടെ ശരീരത്തിലുള്ളതുപോലെ തന്നെ മനസ്സിലും ഒക്കെ ഒരുപാട് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് അല്ലെ? ഉണ്ടായിട്ടുണ്ട്, അത് അനുഭവസ്ഥരാണ്. നമ്മുടെ കുട്ടികൾക്കും അതേപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ള കാര്യം അറിയാവുന്നതാണ്. പിന്നെ അതേപോലെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു പിന്നെ പ്രഗ്നൻസി, കല്യാണം, പ്രഗ്നൻസി, അതേപോലെ മദർഹുഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഹോർമോൺ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് മാനസിക വ്യതിയാനങ്ങളും ഉണ്ടാവുന്നുണ്ട്. പിന്നെ മെനപ്പോസ് വരുന്നുണ്ട്. അതിനൊക്കെ മാറ്റങ്ങളോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മള് ഈ വീട്ടിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതുകൂടാണ്ട് സമൂഹത്തിൽ നിന്നും അതേപോലെ ജോലി സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരായിരിക്കണം പലപ്പോഴും പല സ്ത്രീകളും. അപ്പൊ ഇതെല്ലാം തന്നെ സ്ത്രീയുടെ ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം ഇത്രയും കാര്യങ്ങള് പുറത്തുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതിന്റെ ഒപ്പം നമ്മള് പോഷകങ്ങൾ നിറഞ്ഞ ആഹാരം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഇല്ലാത്ത ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോഴത്തേനും ഈ പ്രശ്നങ്ങൾ പല മടങ്ങായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ നമ്മൾ സ്വയം വരുത്തി വെക്കുന്ന ചില കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈല്. ഇപ്പൊ പലപ്പോഴും പലരും കളിയാക്കി പറയാറുണ്ട്, സ്ത്രീകളുടെ വിരലിന് മാത്രമേ അധ്വാനം ഉള്ളൂ എന്ന്. ഇപ്പൊ അതായത് നമ്മള് പണ്ട് ഒരുപാട് അധ്വാനത്തോടു കൂടി ചെയ്തിരുന്ന പല ജോലികളും നമുക്ക് മെഷീനറീസിന്റെ സഹായത്തോടു കൂടി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലേ? അതുകൂടാണ്ട് നമ്മള് അത് ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തു വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഫോൺ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ് ഉപയോഗിക്കും അല്ലെ? അപ്പൊ ഇത് നമുക്ക് ശാരീരിക അധ്വാനം തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏത് മെഷീൻ ആണെങ്കിലും അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അതിന് എന്താ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോ ഇരുമ്പ് കൊണ്ടുള്ള ഒരു സാധനമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെഷീൻ ആണെങ്കിൽ അത് ഉപയോഗിക്കാതെ വെച്ചിരുന്ന അത് തുരുമ്പെടുക്കും. എന്നതുപോലെ തന്നെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് വരുന്നു. RUST റെസ്റ്റ്, ഞാൻ തുരുമ്പെടുക്കുന്നു എന്ന് തന്നെ വിചാരിച്ചാൽ മതി. അതായത് നമ്മൾ മാക്സിമം നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ഉള്ളൊരു അധ്വാനം, നല്ല രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടങ്ങട് ഇതാവുക എന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ ഓർഗൻസ് എല്ലാം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു കായിക അധ്വാനം നമ്മുടെ ശരീരത്തിന് ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് പണ്ടുള്ള അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ കണ്ടില്ലേ, നല്ല സ്ലിം ബ്യൂട്ടികളായിട്ട് നല്ല നല്ല നമ്മളെക്കാളും ചുറുചുറുക്കോട് കൂടി ഓടി നടന്ന് എത്ര ദൂരം അവർക്ക് നടക്കുന്നതിന് ഒരു വിഷയം ഉണ്ടാവില്ല. നമ്മളാണെങ്കിൽ കുറച്ച് ഒരു 10 സ്റ്റെപ്പ് നടക്കുമ്പോഴത്തേനും കിതയ്ക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നമ്മുടെ ശരീരം ശീലിച്ചു പോയത് കൊണ്ടാണ്. ആ ശീലത്തിൽ നിന്ന് എപ്പോഴും മാറുന്നു അപ്പം മാത്രമേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതുപോലെ സ്ട്രെസ്സും പിന്നെ ഉറക്കക്കുറവിന് കാരണം ഒരുപക്ഷെ ആയിട്ട് ഉറക്കം നിൽക്കണാവില്ല. നമ്മുടെ കുട്ടികളാണെന്നുണ്ടെങ്കിലും വൈകിയ കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഉറങ്ങട്ടെ എന്ന് വെച്ച് കാത്തിരിക്കും. പിന്നെ നമ്മള് ലേറ്റ് നൈറ്റിലുള്ള ഭക്ഷണം ഒരുപാട് ഇപ്പൊ ഒരു ഫാഷൻ പോലെ ആയിട്ടുണ്ട്, ഒരുപാട് ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു ദഹനശേഷി ഉണ്ട്. അത് പകൽ സമയത്ത് എത്രയുണ്ടോ അതിന്റെ 1/3 മാത്രമേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹനശേഷി ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും നേരത്തെ ഭക്ഷണം കഴിക്കാമോ അത്രയും നല്ലതാണ്. അതായത് ദഹനശേഷി ദഹിക്കാതെ ഭക്ഷണം കിടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഗട്ട് മോശമാകാൻ തുടങ്ങും. ആ ഗട്ടാണ് എല്ലാത്തിന്റെയും തുടക്കം. ഏത് അസുഖത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ വയറ് തന്നെയാ. അപ്പോ വയറ് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധ അസുഖങ്ങളൊന്നും വരാതെ നമുക്ക് നോക്കാൻ കഴിയും. അപ്പോ അതിന് വേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് രാത്രി വൈകിയുള്ള ഭക്ഷണം, അതേപോലെ രാത്രിയിൽ ഹെവി ഫുഡ് കഴിക്കുന്നത്. ഇപ്പൊ സാധാരണ എല്ലാവരും രാജാവിനെ പോലെ രാവിലെ ഭക്ഷണം കഴിക്കണം എന്ന് പറയും. പക്ഷെ ഇപ്പോ ഭക്ഷണം കഴിക്കണത് രാജാവിനെ പോലെ ഭക്ഷണം കഴിക്കണത്
രാത്രിയിലാ അല്ലേ? രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആകെ ആ സമയത്ത് മാത്രം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇന്നത്തെ ഒരു കാലത്ത് സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് രാത്രിയില് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും അധികം ഹെവി ഫുഡ് കഴിക്കുന്നതും രാത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതും പിന്നെ പുറത്തുനിന്ന് വരുന്ന ഭക്ഷണങ്ങള് അല്ലെ, ഓർഡർ ചെയ്തൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ വരുത്തി കഴിക്കുന്നുണ്ട്. ഇതെല്ലാം എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ദഹിക്കില്ല. എത്ര ലേറ്റ് നൈറ്റ് കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ഒരു സമയം നമ്മൾ ഉറക്കത്തിന് മുന്നേ ശരീരത്തിന് കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അത് പൂർണ്ണമായിട്ടും ദഹിക്കില്ല. അതൊരു കാര്യം. ശരിയായ അളവിൽ നമുക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ ഇത് ദഹിക്കാതെ നമ്മുടെ ശരീരത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഗട്ട് ന്റെ ആരോഗ്യം നശിക്കും. അത് നമുക്ക് പല അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇത് ഫാറ്റി ലിവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു കാരണം ഇത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി അല്ല, നമ്മൾ ശ്രമിച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നമ്മുടെ മാത്രം ശ്രമം കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. പൊല്യൂഷൻ നമുക്ക് എത്ര ശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഫോണിൽ നോക്കി ലേറ്റ് നൈറ്റ് ഇങ്ങനെ ഒരുപാട് സമയം ഇരിക്കുന്നത് ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺ ഇംബാലൻസുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അസുഖമായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് കേൾക്കുന്നത്. അതായത് PCOD, തൈറോയിഡ്, ഹോർമോൺ ഇംബാലൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ അനീമിയ, രക്തക്കുറവ് ഉണ്ടാകുന്ന, കാർഡിയോ വാസ്കുലർ ഡിസീസസ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഒരുപാട് സ്ത്രീകളിൽ ഇപ്പോ സാധാരണ ഒരു പനി പോലെയൊക്കെയോ ഇങ്ങനെ കാണപ്പെടുന്ന ഒരു വിപത്താണ് ശരിക്കും പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ്, അതായത് നമ്മുടെ എല്ലുകളുടെ ബലം കുറയുന്ന ഒരവസ്ഥ. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ്, അങ്ങനെയുള്ള അസുഖങ്ങളാണ് കോമൺ ആയിട്ട് ലേഡീസിൽ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ കാരണം ഒന്ന് ചികഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാ അല്ലെ? അതായത് നമ്മൾ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാത്തതും, സെഡൻഡറി ലൈഫ് സ്റ്റൈലും, ശരിയായി ഉറങ്ങാത്തതും, അങ്ങനെ അതുപോലെ തന്നെ ഒരു ഹോർമോൺ സംബന്ധമായ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യുൽപാദന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൽ നമുക്ക് വേറൊരു കാര്യം കൂടി കണ്ടെത്താൻ കഴിയണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റിമേറ്റ് വാഷ്, അതേപോലെ സാനിറ്ററി നാപ്കിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വിധ അസുഖങ്ങളിലേക്ക് വഴിതെളിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളായിട്ട് തടയാൻ പറ്റും അല്ലെ? അതിന്റെ ഒപ്പം നമ്മളായിട്ട് ഭാഗത്ത് നിന്ന് ഒരു ശ്രമം ഉണ്ടാവുകയും വേണം. അതിന്റെ ഒപ്പം വിമൻ ഹെൽത്ത് എന്ന പേരിൽ വെസ്റ്റീജ് കമ്പനി നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ തരുന്നുണ്ട്. വിമൻ ഹെൽത്ത് കാറ്റഗറിയിൽ പ്രൊഡക്റ്റുകൾ തരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാന്ന് വെച്ചാല് പ്രധാനമായിട്ടും ഹെയർ, സ്കിൻ ആൻഡ് നെയിൽ, അതേപോലെ ശതാവരി മാക്സ്, പിന്നെ അയൺ ഫോളിക് ആൻഡ് അയൺ പ്ലസ്, ക്രാൻബെറി, അതേപോലെ നമ്മുടെ ഇന്റിമേറ്റ് വാഷ്, സാനിറ്ററി നാപ്കിനായിട്ട് ഡ്യൂ ഗാർഡൻ ഫ്ലൈ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. പുരുഷന്മാർക്ക് ചില പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് തെറ്റില്ല, സ്ത്രീകൾക്ക് മാത്രം ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല. എങ്കിൽ പോലും മെജോറിറ്റി സ്ത്രീകളായിരിക്കും ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോ ഇതില് ഈ ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹെയർ, സ്കിൻ ആൻഡ് നെയിലാണ്. അതായത് സ്ത്രീകളായിരുന്നാൽ ഒരു സ്ത്രീ സങ്കല്പത്തില് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്ത്രീയുടെ മുടി തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? ഒരുപാട് പേര് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആശയങ്ങളും ഉണ്ടാവുമല്ലോ. ഈ കാണുമ്പോ ഒരു പെണ്ണിന് ഇങ്ങനെ മുടി ഉണ്ടായിരിക്കണം. ഒരു വിവാഹ സങ്കല്പങ്ങളിലാണെങ്കിൽ പോലും പറയും, ചിലർക്ക് പറയും പെൺകുട്ടികൾക്ക് മുടി ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ ഹെയറിന് അത്രയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ
ആ ഹെയറിനെയും അതേപോലെ നമ്മുടെ നഖത്തിന്റെയും അതേപോലെ സ്കിന്നിന്റെ ഒക്കെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെസ്റ്റീജ് കമ്പനി തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഹെയർ സ്കിൻ ആൻഡ് നെയിൽ എന്ന് പറയുന്നത്. അത് ഒരു യുണീക് ഫോർമുലേഷൻ ആണ്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹെയറിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു. അതായത് ഹെയർ ലോസ് കുറയ്ക്കും. അതേപോലെ നമ്മുടെ സ്കിന്നിൽ ഏറ്റവും ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്ന പിഗ്മെന്റേഷൻ, ആക്നെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധിയാണ്. അതേപോലെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഏറ്റവും അധികം ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ആണ്. ഈ പൊല്യൂഷൻ കൂടുതലാവുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യണ തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന എവിടെയായിരിക്കും? നമ്മുടെ സ്കിന്നിലും അതേപോലെ ഹെയറിലും ഒക്കെ തന്നെയായിരിക്കും. അതിന്റെ അതായത് ഈ പൊല്യൂഷൻ മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മുടിയിലും അതായത് ഫ്രീ റാഡിക്കൽ അറ്റാക്കുകളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നതിനും ഒക്കെ ഈ ഹെയർ സ്കിൻ ആൻഡ് നെയിൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ നല്ല തിളക്കമുള്ള ഒരു ചർമ്മവും അതേപോലെ നല്ല ആരോഗ്യമുള്ള ഒരു നഖങ്ങളും ഒക്കെ തരാനായിട്ട് ഈ ഹെയർ സ്കിൻ ആൻഡ് നെയിലിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഹെയർ സ്കിൻ ആൻഡ് നെയിൽ എന്ന് പറയുന്നത് ഹെയറിനും സ്കിന്നിനും നെയിലിനും വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ? ഒരിക്കലും അല്ല. കാരണം അതില് അടങ്ങിയിരിക്കുന്ന അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ എന്തെന്ന് എല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതില് ഞാനൊന്ന് സ്ലൈഡ് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഒരു മിനിറ്റ്. മാഡം ക്ലിയർ ആണോ? ഓക്കെ മാം, ക്ലിയർ ആണ്. അപ്പോ ഈ ഹെയർ സ്കിൻ ആൻഡ് നെയിലിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് എന്ന് പറയുന്ന ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, അതേപോലെ ബൊറേജ് ഓയില്, അമിനോ ആസിഡുകൾ, അതേപോലെ വൈറ്റമിൻസ് അതായത് വൈറ്റമിൻ ഇയും വൈറ്റമിൻ B6, ഫോളിക് ആസിഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മഗ്നീഷ്യം, സിങ്ക്, സെലീനിയം തുടങ്ങിയ അയൺ തുടങ്ങിയ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് പൊതുവെ നമ്മൾ ഒന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന്റെ ശരിയായ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് വൈറ്റമിൻസും മിനറൽസും അതേപോലെ അമിനോ ആസിഡ്സ്, അതേപോലെ നല്ല ഫാറ്റുകൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഹെയർ സ്കിൻ ആൻഡ് നെയിൽ എന്ന് പറയുന്ന ഈ ഒരു സപ്ലിമെന്റ് കഴിക്കുന്നത് വഴി നമ്മുടെ ഹെയറിന്റെയും സ്കിന്നിന്റെയും നെയിലിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഒപ്പം തന്നെ പൊതുവെ നമുക്ക് ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ഈ സ്കിന്നിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹെയർ സ്കിൻ ആൻഡ് നെയിൽ ഏറ്റവും ആദ്യം ഈ ഹെയർ സ്കിൻ ആൻഡ് നെയിൽ കഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം അത് റിഫ്ലക്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയോ? അത് നമ്മുടെ സ്കിന്നിൽ തന്നെ ഏറ്റവും ആദ്യം അത് പ്രതിഫലിക്കുക. കാരണം നല്ല ഗ്ലോയോടുകൂടി സ്കിൻ ഉണ്ടാവുന്നതിന് ഈ ഹെയർ സ്കിൻ ആൻഡ് നെയിൽ കഴിക്കുന്നത് വഴി സാധിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ മുടി കൊഴിച്ചിലോ കാര്യങ്ങളോ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിനും ഇത് സഹായിക്കും. അതായത് ഒരുമിച്ച് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏജിങ് സിഗ്നൽസ് ഉണ്ടല്ലോ, അതിനെ തടയിടാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട് ഹെയർ സ്കിൻ ആൻഡ് നെയിൽ നമ്മൾ ശീലമാക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അതേപോലെ ഇതൊരു പ്രായമാവുന്ന നമ്മൾ തിരിച്ചറിയുന്ന പലപ്പോഴും നമ്മുടെ മുടി നരയ്ക്കുമ്പോഴല്ലേ. ഈ മുടി നരയ്ക്കുന്നത് എന്നെ പതുക്കെയാക്കി കൊണ്ടുവരാനായിട്ട് ഹെയർ സ്കിൻ ആൻഡ് നെയിൽ ഉപയോഗിക്കുന്നത് വഴി സാധിക്കുന്നു. അതേപോലെ മുടിയുടെ വോളിയം വർദ്ധിപ്പിക്കുന്നതിന്, അതേപോലെ ഓവറോൾ ഒരു ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുടിയുടെയും നഖത്തിന്റെയും ഒക്കെ അതേപോലെ സ്കിന്നിന്റെയും ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഈ ഹെയർ സ്കിൻ ആൻഡ് നെയിൽ കഴിക്കുന്നത് വഴി നമുക്ക് സാധിക്കുന്നുണ്ട്.
ഈ ആക്നെയും പിഗ്മെന്റേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മള് ഈ ഹെയർ സ്കിൻ എണ്ണയിൽ കഴിക്കുമ്പോൾ അതില് നമുക്കറിയാം ഈ പിഗ്മെന്റേഷനും അതേപോലെ ആക്നെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ മിക്കവാറും തന്നെ നമ്മുടെ പുറത്തുനിന്നുള്ള പൊല്യൂഷൻ ഒരു കാരണമാണ്. അതായത് നമ്മുടെ സ്കിന്നിലേക്ക് കൂടുതലായിട്ട് അഴുക്കുകൾ ചെന്നടിഞ്ഞ് നമ്മുടെ തേർഡ് ലെയറിലുള്ള ഫാറ്റുമായിട്ട് യോജിച്ചിട്ട് അത് ബാക്ടീരിയ ഫോർമേഷൻ ഉണ്ടാകുമ്പോഴാണ് അതിൽ നിന്നാണ് നമുക്ക് ആക്നെ പിമ്പിൾസും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്കറിയാം. അതിന് ഇന്റേണലിയും ഒരു കാരണമുണ്ട്. അതായത് നമ്മുടെ ഗട്ട് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആക്നെയും പിമ്പിൾസും ഒക്കെ ഒരു കാരണവശാൽ ഈ പുറമേ ഉള്ള ചികിത്സ അല്ലെങ്കിൽ പുറമേ എന്തെങ്കിലും തേച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്രീമുകൾ ഉപയോഗിച്ചുകൊണ്ടോ മാറില്ല. അപ്പോൾ അതിന്റെ ഒപ്പം നമ്മള് ഈ ക്രീമുകൾ ഉപയോഗിക്കുന്നതിന്റെ ഒപ്പം അല്ലെങ്കിൽ നമ്മള് അതിന്റെ ഒപ്പം നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഹെയർ സ്കിൻ നെയില്. അതോടൊപ്പം തന്നെ അലോവേര മസ്റ്റ് ആയിട്ടും കൊടുക്കണം. കാരണം അലോവേര എന്ന് പറയുന്നത് ഒരു നമ്മുടെ ശരീരത്തിൽ തണുപ്പിക്കുന്ന ഒരു സപ്ലിമെന്റ് കൂടിയാണ്. അപ്പൊ തീക്ഷ്ണമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മിക്കവാറും നമുക്ക് ഇറിറ്റേഷൻസ് കൂടുതലായിരിക്കും. ചൊറിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളും അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ, ആക്നെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് കൂടുതൽ ആക്നെ കാണപ്പെടുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അലോവേര എന്ന് പറയുന്ന സപ്ലിമെന്റ് അല്ലെങ്കിൽ അംല ആയാലും മതി, ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ ഒപ്പം ടോക്സ് ക്ലീനും കൂടെ കൊടുക്കുന്നത് വഴി നമ്മുടെ ഗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നമ്മൾ ഈ ഹെയർ സ്കിൻ ആൻഡ് നെയിൽ കൊടുക്കുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും അത് അബ്സോർബ് ചെയ്തിട്ട് അതിന് ശരിയായ റിസൾട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഈ ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ. ഇനി ഹെയർ ഫോൾ ഉള്ളവർക്കും തീർച്ചയായിട്ടും നമുക്ക് ഹെയർ സ്കിൻ ആൻഡ് നെയിൽ സജസ്റ്റ് ചെയ്യാം. അതിന്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെയർ ഫോൾ എന്ന് പറയുന്നത് ഈ ചില ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് സംഭവിക്കാറുണ്ട്. അതായത് പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റമിനുകളുടെയോ അല്ലെങ്കിൽ മിനറൽസിന്റെയോ ഒക്കെ ഡെഫിഷ്യൻസി മൂലം, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഒക്കെ മുടിക്കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിൻ ആൻഡ് നെയിൽ മാത്രം കൊടുക്കരുത് അവർക്ക്. അതിന്റെ ഒപ്പം അലോവേര, സ്പിരുലിന, ബയോട്ടിൻ, പ്രോട്ടീൻ പൗഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ സപ്ലിമെന്റ്സിന്റെ കൂടെ നമുക്ക് അതോടൊപ്പം ഹെയർ കെയർ പ്രൊഡക്റ്റുകളുടെ കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഹെയർ സ്കിൻ ആൻഡ് നെയിൽ നമ്മൾ ഒരു ദിവസം 2 ക്യാപ്സ്യൂൾ ആണ് ഉപയോഗിക്കേണ്ടത് ആഫ്റ്റർ മീൽസ്. ഇനി ഈ ഹെയർ സ്കിൻ നമ്മളിപ്പോ വിമൻ ഹെൽത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറി പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അപ്പോ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ ഉപയോഗിക്കാൻ കഴിയുക. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി ഇത് നഖത്തിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഖത്തില് ചില കുട്ടികൾക്കൊക്കെ നമ്മൾ കാണാറുണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവരുടെ നഖത്തില് പുള്ളിക്കുത്ത് ഉണ്ടാകുന്നതും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ കുട്ടികൾക്കാണെങ്കിൽ പോലും ഇത് നമുക്ക് ഈ ഹെയർ സ്കിൻ ആൻഡ് നെയിൽ കൊടുക്കാം. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ഈ മുട്ടിന്റെ കൈയുടെ മുട്ടിന്റെ ബാക്കിലൊക്കെ കാര പോലെയുള്ള പിന്നെ മുള്ളു പോലെ ഉണ്ടാവും, ഒരു പിമ്പിള് പോലെ വന്നിട്ട് അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ മുള്ളു പോലെ വളരുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആണ് നമ്മുടെ ഹെയർ സ്കിൻ ആൻഡ് നെയിൽ. പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അതിന്റെ ഒപ്പം ഗമ്മീസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇനി അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ശതാവരി മാക്സ് ആണ്. ശതാവരി മാക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ശതാവരി കിഴങ്ങ് തന്നെയാണ്. ശതാവരിയെ പണ്ട് മുതലേ നമ്മൾ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഒരു ഹെർബാണ് അല്ലെ? അതിന്റെ വേരാണ് ഉപയോഗിക്കുക. ശതാവരി ചെടിയുടെ വേരാണ്. അതായത് 1000 ശതം വേരുകളുള്ളത്, അതായത് 1000 വേരുകൾ ഉണ്ടാവുന്ന ഒരു ചെടി എന്നുള്ള അർത്ഥത്തിലാണ് അതിന് ശതാവരി എന്നുള്ള പേര് വന്നത് തന്നെ. അപ്പോ ഔഷധങ്ങളുടെ ഒരു രാജ്ഞി, അതിനും ഒരു ഫീമെയിൽ ടച്ച് ഉണ്ടല്ലേ? ഔഷധങ്ങളുടെ രാജ്ഞി എന്നാണ് ശതാവരിയെ അറിയപ്പെടുന്നത്.
ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ഫീമെയിൽ ടോണിക് ആയിട്ട്, അതായത് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ട് ശതാവരി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതില് നമ്മുടെ ശതാവരി മാക്സ് എന്ന് പറയുന്ന സപ്ലിമെന്റില് ശതാവരി മാത്രമല്ല അടങ്ങിയിരിക്കുന്നത്, അശോകമുണ്ട്, ഇരിട്ടിമധുരമുണ്ട്. ഇതെല്ലാം തന്നെ നമുക്കറിയാം. അശോകം എന്ന് പറയുന്നത് അതിന്റെ പേര് തന്നെ സ്ത്രീകളുടെ ശോകം ഇല്ലാതാക്കിയത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അതായത് സ്ത്രീകൾക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ, അതായത് അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ, സ്ത്രീ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ ഉപയോഗിച്ചു വരുന്ന ഹെർബുകളാണ് ഈ പറയുന്ന 3 തന്നെ. ഇരട്ടിമധുരമൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ ശബ്ദം നന്നാവുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ കൂടി, ഒരു ആയുർവേദിക് മെഡിസിൻ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം വളരെയധികം സ്ത്രീകളുടെ ആരോഗ്യം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഹെർബാണ് നമ്മുടെ ശതാവരി എന്ന് പറയുന്നത്. അത് ഹോർമോൺ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. അതായത് ഒരു ഈസ്ട്രജൻ റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ് ശതാവരി മാക്സ് എന്ന് പറയുന്ന സപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ശതാവരിക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലാന്റ് ഈസ്ട്രജൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് സ്ത്രീകളുടെ ശരീരത്തില്. അപ്പോ ഈ ഒരു പ്ലാന്റിൽ നിന്നും ഈസ്ട്രജൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ശതാവരിയിൽ നിന്നാണ്. ഈ ശതാവരി മാക്സിന്റെ ഉപയോഗം മൂലം നമ്മുടെ ഹോർമോൺ ഇംബാലൻസുകളെയൊക്കെ തടയിടാനായിട്ട് നമുക്ക് കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത് ഏത് ഏജിലുള്ള സ്ത്രീക്കാണെങ്കിലും അത് ഉപയോഗിക്കാം. മീൻസ് ഒരു 10 വയസ്സിന് മുകളിലുള്ള ഏത് ലേഡിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സപ്ലിമെന്റ് ആണ് ശതാവരി മാക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുബർട്ടിയുടെ സ്റ്റേജിൽ എത്തുമ്പോൾ മിക്കവാറും പെൺകുട്ടികൾക്ക് മെൻസ്ട്രൽ ക്രാംസ്, അതേപോലെ വൈറ്റ് ഡിസ്ചാർജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതേ സമയം തന്നെ അവർക്ക് ഈ ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ അവർക്ക് മനസ്സിനും ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെയാണ് അവർ കടന്നു പോവുക. അപ്പൊ ഇതിനെല്ലാം ഈ മാനസിക സമ്മർദ്ദത്തിനും അതേപോലെ തന്നെ ഈ ഹോർമോൺ ഇംബാലൻസ് വരുന്ന ഹോർമോൺ മാറ്റങ്ങൾ, ഇംബാലൻസ് എന്നല്ല ചേഞ്ചസ്, ഹോർമോൺ ചേഞ്ച് വരുമ്പോഴുണ്ടാകുന്ന ശരീരത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഒരു പരിഹാരമാണ് ഈ ശതാവരി മാക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രഗ്നൻസി ശ്രമിക്കുന്ന ഒരു ലേഡി ആണെങ്കിൽ അവളുടെ പ്രത്യുൽപാദന അവയവങ്ങൾ ഏറ്റവും ആരോഗ്യത്തോടുകൂടി ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ആ സമയങ്ങളിലും നമുക്ക് PCOD പോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതിനൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശതാവരി മാക്സ് ഉപയോഗിക്കാൻ കഴിയും. അതേസമയം ഇനി അത് ഒരു ഡെലിവറിക്ക് ശേഷം മുലപ്പാൽ കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു അവസ്ഥ പല സ്ത്രീകൾ അഭിമുഖീകരിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അത് അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ വളരെയധികം സ്ട്രെസ്ഫുൾ ഒരു ലൈഫിലേക്ക് കൊണ്ടെത്തിക്കുന്ന, അത് ജീവിതാവസാനം വരെ അതൊരു സങ്കടമായി മാറിക്കിടക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാതെയായി പോകുന്ന അല്ലെങ്കിൽ കുറവുള്ള ഒരു അവസ്ഥ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുഞ്ഞിനെ വിശപ്പടക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ഇല്ല എന്നുള്ളത് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയാണ്. അപ്പോ ആ അവസ്ഥയെ പരിഹരിക്കാനായിട്ട് നമ്മുടെ ഈ ശതാവരി മാക്സിന്റെ ഉപയോഗം വഴി സാധിക്കുന്നുണ്ട്. അതേസമയം ഈ മെനപ്പോസിന്റെ സമയമാകുമ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും കാത്തിരിക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ ചിലർക്ക് ഹോട്ട് ഫ്ലഷസ് എന്ന് പറയും, ഒരു വളരെ ശക്തമായ ചൂട് ശരീരത്തിൽ അനുഭവപ്പെടുക. അത് ഇന്ന സമയമെന്നൊന്നുമില്ല, എപ്പോഴും ചില സമയങ്ങളിൽ വല്ലാതെ വിയർക്കുകയും ചില സമയം തണുപ്പ് തോന്നുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. ഇത് ആരോട് പറഞ്ഞാൽ ചിലപ്പോ അത് മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ അവര് മനസ്സിലാക്കാത്ത ഒരു പ്രശ്നം അവിടെയുണ്ട്. അതേസമയം ഈ വിഷമങ്ങളെല്ലാം അനുഭവിക്കുന്നതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളും വേറൊരു എന്താ അസുഖം എന്നുള്ളത് പോലും ചിലപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ ആ സമയത്തൊക്കെ ഈ ശതാവരി മാക്സ് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ മെനപ്പോസിന് ശേഷം നമ്മൾ ശതാവരി കഴിക്കണം. ഇതിപ്പോ ഈ ഹോട്ട് ഫ്ലഷസും കാര്യങ്ങളൊക്കെ ഒരു കാലയളവ് വരെ ആയി കഴിയുമ്പോൾ അത് നിൽക്കും. അപ്പോൾ നമ്മൾ ശതാവരി മാക്സ് വേണ്ട എന്ന് വെക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം മെനപ്പോസിന് ശേഷം സ്ത്രീകൾക്ക് ഏറ്റവും അധികം പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്
ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു മെനപ്പോസിന് ശേഷം. അതായത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓവറിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓവറി ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ശതാവരി കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഏത് 10 വയസ്സിന് മുകളിലുള്ള ഏതൊരു സ്ത്രീക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വണ്ടർഫുൾ സപ്ലിമെന്റ് ആണ് നമ്മുടെ ശതാവരി മാക്സ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ നമുക്ക് തരുന്ന കമ്പനി നമുക്ക് തരുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ക്രാൻബെറി എന്ന് പറയുന്നത്. നമുക്കറിയാം ബെറി വംശത്തിൽപ്പെട്ട ഒരു പഴമാണ് ക്രാൻബെറി എന്ന് പറയുന്നത്. നോർത്ത് അമേരിക്കയിലെ ഒരു കുറ്റിച്ചെടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്രാൻബെറി എന്ന് പറയുന്നത്. പണ്ട് മുതലേ തന്നെ ക്രാൻബെറിയുടെ ഇലകളും പഴങ്ങളും ഒക്കെ നമ്മൾ ബ്ലാഡർ ഇൻഫെക്ഷന് വേണ്ടിയിട്ടും അതേപോലെ സ്റ്റൊമക്കിലെയും ലിവറിലെയൊക്കെ ഡിസോർഡറിന് വേണ്ടിയിട്ടും മുറിവ് ഉണക്കുന്നതിനൊക്കെ തന്നെ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഈ ക്രാൻബെറി എന്ന് പറയുന്നത്. അതിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു വർഷം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഇത് നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കിപ്പോ കൂടുതലായിട്ട് അത് ഉപയോഗിക്കാൻ കഴിയുക യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് ഈ ക്രാൻബെറി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതായത് ഈ ക്രാൻബെറി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അലോപ്പതി മെഡിസിൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അലോപ്പതി മെഡിസിൻ എടുക്കുമ്പോൾ നമുക്ക് തരുന്നത് ആന്റിബയോട്ടിക്കുകളാണ്. ഈ ആന്റിബയോട്ടിക്കുകൾ നമ്മൾ തൽക്കാലത്തേക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുന്നു എന്നല്ലാതെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന കാരണത്തെ അത് ഇല്ലാതെയാക്കുന്നില്ല. ഇത് കാരണം ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു ആരോഗ്യകരമല്ലാത്ത രീതിയിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ വെള്ളം കൂടി കുറവാകുന്നതോ അല്ലെങ്കിൽ UTI വന്ന് ഒരു ഹിസ്റ്ററി ഉള്ളവർക്ക് ഒരു ചെറിയ ഒരു ട്രിഗറിങ് ഫാക്ടർ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കൂടിയൊക്കെ കുറയുമ്പോൾ പിന്നെയും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ആന്റിബയോട്ടിക് ചെല്ലുമ്പോൾ തൽക്കാലത്തേക്ക് അത് മാറുമെന്നല്ലാതെ ഒരു ശാശ്വതമായ ഒരു പരിഹാരമല്ല ഒരിക്കലും ഈ ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. അത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നുകൂടി ശക്തമായിട്ട് വരുമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ശാശ്വത പരിഹാരം ലഭിക്കില്ല. അതേസമയം നമ്മൾ ഈ ക്രാൻബെറി ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ, അതായത് ഈക്കോളി പോലെയുള്ള ബാക്ടീരിയകളെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് പ്രിവെന്റ് ചെയ്യും. അതിന്റെ നമ്മുടെ യൂറിനറി ട്രാക്റ്റിന്റെ വാളുകളിൽ അല്ലെങ്കിൽ അതിന്റെ ഭിത്തികളിൽ പാർശ്വഭിത്തികളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ ബാക്ടീരിയയെ നിർവാർജനം ചെയ്യാനായിട്ട് ഈ ക്രാൻബെറിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പിന്നീട് അത് ജീവിതകാലം മുഴുവൻ നമ്മൾ പിന്നീട് അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ കഴിയുന്നു. അതായത് പിന്നീട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാതെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് ക്രാൻബെറിക്കുണ്ട്. അതില് ഈ ക്രാൻബെറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ആണെന്ന് പറഞ്ഞു അല്ലേ? അതിൽ നല്ല രീതിയിൽ ഫ്ലാവനോയിഡ്സും അതേപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റുകളും ഓർഗാനിക് ആസിഡുകളും ഫിനോളിക് കോമ്പൗണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ ഒപ്പം നല്ല രീതിയിൽ വൈറ്റമിൻ സിയും അതേപോലെ ഫൈബറും അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ക്രാൻബെറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രാൻബെറിന്റെ കൂടെ ക്രാൻബെറി മാത്രമല്ല നമ്മുടെ ക്രാൻബെറി എന്ന് പറയുന്ന സപ്ലിമെന്റിൽ അടങ്ങിയിരിക്കുന്നത്. അതില് D-മനോസ് എന്ന് പറയുന്ന ഒരു ഷുഗർ കണ്ടന്റ് കൂടെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ഗ്ലൂക്കോസിന് സമാനമായ ഒരു ഷുഗർ ആണ്. അത് നാച്ചുറൽ ആയിട്ട് സാധാരണ ഫ്രൂട്ട്സിലാണ് കാണപ്പെടുന്നത്. അതായത് ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയുള്ള ബെറികളിലും ഒക്കെ ആണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഈ രണ്ടിന്റെ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ UTI അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആവർത്തിച്ച് വരാതിരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവരോ അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർക്കോ യെല്ലോ ഡിസ്ചാർജ് ഉള്ളവർ, വെള്ളം കൂടി കുറവുള്ളവര്, കോമൺ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നവര്, അങ്ങനെ അതേപോലെ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ്, അവർക്കൊക്കെ അവർക്ക് ഒരു പരിധി കഴിഞ്ഞിട്ട് അവരുടെ ഹൈജീൻ കീപ്പ് ചെയ്യാനായിട്ട് ടോയ്ലറ്റ് ഹൈജീൻ ഒന്നും കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ക്രാൻബെറി എന്ന് പറയുന്നത്.
അപ്പോ വെസ്റ്റീജ് ക്രാൻബെറി എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് 1 മുതൽ 2 ക്യാപ്സ്യൂൾ വരെ ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതേപോലെ ഇനി അത് ഓൾറെഡി നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പൊ നമ്മൾ മരുന്നുകൾ കഴിക്കുന്നുണ്ട് എന്ന് കരുതുക. അപ്പൊ നമുക്ക് ആ മരുന്നുകളുടെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഈ ക്രാൻബെറി. അങ്ങനെ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്രാൻബെറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ 3 മുതൽ 4 ക്യാപ്സ്യൂൾ വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അയൺ ഫോളിക് ആണ്. അതായത് ഫോളിക് ആൻഡ് അയൺ പ്ലസ് എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേര്, അല്ലെ? അതായത് നമുക്കറിയാം നമ്മുടെ പെൺകുട്ടികളിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് രക്തക്കുറവ് തന്നെയാണ്. കാരണം അവർക്ക് ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലമില്ല. അതുകൂടാണ്ട് ഉറക്കക്കുറവ് അവർക്ക് വളരെയധികം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്ട്രെസ്, അതേപോലെ ശരിയായ രീതിയിൽ ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിലൂടെ കടന്നു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആണ് ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ് മിക്കവാറും അവരുടെ അയൺ കണ്ടന്റ് അല്ലെങ്കിൽ ബ്ലഡിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ ലെവലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റുക. അപ്പൊ പിന്നെ അതേപോലെ തന്നെ സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഒക്കെ കൂടുതൽ റിക്വയർമെന്റ് ഉണ്ട്. അവിടെ ബ്ലഡിന്റെ റിക്വയർമെന്റ് ഉണ്ട് മെൻസ്ട്രേഷനുള്ള ലേഡീസിന്, അതേപോലെ പ്രഗ്നന്റ് ആയവർക്ക്, ലാക്ടേറ്റിംഗ് മദേഴ്സിനൊക്കെ റിക്വയർമെന്റ് ഉണ്ടെങ്കിലും അതിന് ആവശ്യത്തിന് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരവസ്ഥയിൽ, അതായത് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാത്തവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ അയൺ ഫോളിക് ആൻഡ് അയൺ പ്ലസ് എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ചിലര് കണ്ടിട്ടില്ലേ, ഒരുപാട് കോഫിയും ടീയും ഒക്കെ കുടിക്കുന്ന ആളുകൾ, അവർക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ എത്ര അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിച്ചാലും അവർക്ക് അയണിന്റെ അബ്സോർപ്ഷൻ വളരെയധികം കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് രക്തക്കുറവ് ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് അയൺ ഫോളിക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മുടെ ഫോളിക് ആൻഡ് അയൺ പ്ലസ് എന്ന് പറയുന്ന സപ്ലിമെന്റില് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അയൺ തന്നെയാണ്. അതായത് അയൺ എന്ന് പറയുന്നത് അതിന്റെ ഫോം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫെറസ് അസ്കോർബേറ്റ് എന്നുള്ള രീതിയിലാണ് അയൺ അടങ്ങിയിരിക്കുന്നത്. നമ്മള് സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ അയൺ ടാബ്ലറ്റും ഒക്കെ നമ്മൾ ക്യാപ്സ്യൂളുകൾ വാങ്ങി കഴിക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മിനറൽ ഫോമിൽ തന്നെ അയൺ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അത് അബ്സോർപ്ഷൻ വളരെയധികം കുറവായിരിക്കും. നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യം അല്ലെങ്കിൽ ആ ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന അയണിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം നമ്മുടെ ഫോളിക് ആൻഡ് അയൺ പ്ലസ് ക്യാപ്സ്യൂളിൽ അടങ്ങിയിരിക്കുന്ന അയൺ എന്ന് പറയുന്നത് അയൺ അസ്കോർബേറ്റ് എന്നുള്ള രൂപത്തിലായതുകൊണ്ട് പൂർണ്ണമായിട്ടും അത് അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഹീമോഗ്ലോബിന്റെ ലെവൽ ഇംപ്രൂവ് ആകുന്നതിന് ഇത് RBC കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അയൺ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ അതുകൂടാണ്ട് ഹീമോഗ്ലോബിൻ ലെവല് ഇംപ്രൂവ് ആവുകയും ചെയ്യും. ഇനി അതില് നമുക്കറിയാം നമ്മുടെ സപ്ലിമെന്റിന്റെ പേര് ഫോളിക് ആൻഡ് അയൺ പ്ലസ് എന്നാണ്, അല്ലെ? അതായത് അതില് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അത് നല്ല സെല്ലുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അതേപോലെ നമ്മൾ പ്രഗ്നൻസിയിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ഒരു സപ്ലിമെന്റ് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ചിലപ്പോ ഫോളിക് ആസിഡ് ആയിരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത് ഡിഫക്റ്റുകൾ ഒഴിവാക്കാനായിട്ട് ഫോളിക് ആസിഡ് വളരെയധികം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഏതൊരു ലേഡിയും തീർച്ചയായിട്ടും അവരുടെ സപ്ലിമെന്റ്സിന്റെ കൂടെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആണ് ഈ ഫോളിക് ആൻഡ് അയൺ പ്ലസ്. പിന്നെ അതില് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അബ്സോർപ്ഷൻ നമ്മുടെ വയറ്റിൽ നിന്ന് ഇപ്പം നമ്മൾ ഗുളിക രൂപത്തിൽ അത് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ അത് സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റൊമക്കിൽ നിന്ന് അബ്സോർബ് ചെയ്ത് എടുക്കുന്നതിനുള്ള ഒരു കഴിവ് വൈറ്റമിൻ സി ചെല്ലുന്നതോടെ അതിന്റെ കൂടെ ഉള്ളത് കൊണ്ട്
വർദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് വൈറ്റമിൻ സി സഹായിക്കും. ഇനി അതിൽ B12 അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നെർവ് സെൽസിന്റെ ഹെൽത്ത് ഉറപ്പാക്കുന്നതിന് ഈ B12 ഉള്ളത് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതിനും അതൊരു ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഈ ഫോളിക് ആൻഡ് അയൺ പ്ലസ് എന്നുള്ള സപ്ലിമെന്റ് 1-2 എണ്ണം നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്നതാണ്. പിന്നെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സപ്ലിമെന്റേഷനിൽ കാൽഷ്യം ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ കാൽഷ്യം അയണും കൂടെ നമ്മൾ ഒരു കാരണവശാലും ഒരുമിച്ച് കഴിക്കരുത്. കാരണം രണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കില്ല, രണ്ടും കൂടെ ന്യൂട്രലായി പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ഈ കാൽഷ്യവും അയണും കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2 നേരമായിട്ടത് ഉപയോഗിക്കാം. കാൽഷ്യം ഒരു നേരം ഉപയോഗിക്കുക, അടുത്ത് ഇപ്പൊ രാവിലെ അയണാണെങ്കിൽ രാത്രി കാൽഷ്യം എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ വെസ്റ്റിജ് നമുക്ക് സ്ത്രീകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് തരുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഡ്യൂ ഗാർഡൻ സാനിറ്ററി നാപ്കിൻ. അതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ലേഡീസിനും ആവശ്യമുള്ള ഒരു ആണ് നമ്മുടെ ഡ്യൂ ഗാർഡൻ സാനിറ്ററി നാപ്കിൻ. അതായത് ഓരോ വീട്ടിലേക്കും ഒരു പാക്കറ്റ് എങ്കിലും ആവശ്യം ഉണ്ടാവില്ലേ ഒരു മാസത്തില്. അതായത് അതിന്റെ പ്രത്യേകത എന്താണെന്നാല് വളരെ വിശ്വസ്തയോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. കാരണം 8 ലെയർ കോട്ടൺ അടങ്ങിയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡ്യൂ ഗാർഡൻ സാനിറ്ററി നാപ്കിൻ. അത് കോട്ടൺ ടോപ്പ് ലെയർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഇറിറ്റേഷൻ ഫ്രീ ആയിട്ട് വളരെയധികം കംഫോർട്ടോടു കൂടി തന്നെ നമുക്ക് പാഡ് ഉപയോഗിക്കാം. പിന്നെ 360 ഡിഗ്രി പ്രൊട്ടക്റ്റീവ് വിങ്സ് അതിനുള്ളത് കൊണ്ട് തന്നെ അതിന് ലീക്കേജ് ഒഴിവാക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഏറ്റവും വലിയ നമ്മൾ പാഡ് ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ പാഡുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ലീക്കേജ് ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ലീക്കേജ് ഒഴിവാക്കുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഡ്യൂ ഗാർഡൻ ഫ്ലൈ എന്ന് പറയുന്നത്. പിന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന ജെൽ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ കോട്ടൺ ലേസിന്റെ ഇടയ്ക്കെല്ലാം തന്നെ ജെല്ല് ഉണ്ട് അല്ലെ. ആ ജെല്ല് എന്ന് പറയുന്നത് ഒരു ബയോ പോളിമർ ആണ്. അതുകൊണ്ട് തന്നെ വളരെ സൂപ്പർ അബ്സോർബന്റ് ആയിട്ടുള്ള ഒരു കോറാണ് അതിനുള്ളത്. വളരെ ഹെവി ആയിട്ടുള്ള ഫ്ലോയിനെ വരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പ്രാപ്തമായത് 200 മില്ലി ലിക്വിഡിനെ വരെ അത് വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു പാഡിനുണ്ട്. ഇനി ബ്രീത്തബിൾ ബോട്ടം ലെയർ ആയതുകൊണ്ട് തന്നെ വിയർക്കുന്നതും അതേപോലെ ചൂടാവുന്നതും ഒക്കെ വളരെയധികം കുറയ്ക്കുന്നുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിനോട് ചേർന്നിരിക്കുന്ന ഭാഗം കോട്ടൺ ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ചേർന്ന പാഡുകൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം അത് ഒരുപാട് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് പറയുമ്പോൾ, അതായത് പ്ലാസ്റ്റിക് ചൂടാകുമ്പോൾ ഇതിന് ഹാനികരമാവുന്ന ചില ഫ്യൂംസ് പുറത്തേക്ക് വരും എന്നുള്ളത് നമുക്കറിയാം. അപ്പോ ഈ 24 മണിക്കൂർ നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് ഈ പ്ലാസ്റ്റിക് ഇരിക്കുമ്പോൾ അതേ ഫ്യൂംസ് തന്നെയല്ലേ പുറത്തേക്ക് വരിക. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ദോഷം ചെയ്യും. അതായത് ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ ഈ സാനിറ്ററി ഉപയോഗിക്കുന്നവർക്ക് ക്യാൻസർ പോലെയുള്ള പ്രശ്നം ഉണ്ടാവുന്നു നേരത്തെ പഠനങ്ങൾ വന്നതിന് ഒരു കാരണം അതാണ്. അപ്പോ ഈ നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് നമ്മുടെ ഡ്യൂ ഗാർഡൻ സാനിറ്ററി നാപ്കിൻ്റെ നമ്മുടെ ശരീരത്തിനോട് ചേർന്നിരിക്കുന്ന ഭാഗം കോട്ടൺ ആണ്. അതിന്റെ ഔട്ടർ ലെയർ മാത്രം, അതായത് ശരീരത്തിനോട് സ്പർശിക്കാത്ത ഭാഗം മാത്രമാണ് അവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടന്റ് ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിന് യാതൊരു തരത്തിലുള്ള ദോഷവും ചെയ്യാത്ത ഒരു സാനിറ്ററി നാപ്കിനാണ് നമ്മുടെ ഡ്യൂ ഗാർഡൻ ഫ്ലൈ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ബിൽറ്റ് ഇൻ ഓഡോർ കൺട്രോൾ ഉള്ള
ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് നാപ്കിൻ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ഉപയോഗിച്ച ശേഷമുള്ള നാപ്കിന് ദുർഗന്ധം ഉണ്ടാവുക എന്നുള്ളൊരു വളരെ ഒരു വലിയ പ്രശ്നമായിരുന്നു. അത് അതിനെ പരിഹരിക്കാനായിട്ട് ഈ ഡ്യൂ ഗാർഡൻ ഫ്ലൈ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളില് ആ പാഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അതിന്റെ നടുഭാഗത്ത് ഒരു പച്ച കളറിലൊരു സ്ട്രിപ്പ് നമുക്ക് കാണാൻ പറ്റും. അതായത് അതിലെ ഗ്രാഫീൻ ആനയോൺ ചിപ്പ് ഉണ്ട്. അതൊരു FIR ടെക്നോളജി, അതായത് ഫാർ ഇൻഫ്രാറെഡ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നവയാണ് നമ്മുടെ ഡ്യൂ ഗാർഡൻ ഫ്ലൈ സാനിറ്ററി നാപ്കിനുകൾ. അപ്പോൾ ഈ ഗ്രാഫീൻ ആനയോൺ ചിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മൈക്രോബ്സുകൾ വളരാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഫാർ ഇൻഫ്രാറെഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ ക്രാംസിനെ കുറയ്ക്കുന്നതിന് അത് സഹായിക്കുന്നുണ്ട്. ഇനി അതിന്റെ ഒപ്പം ആ കവർ നമുക്കറിയാം, ഡ്യൂ ഗാർഡന്റെ കവറിന്റെ അകത്ത്, ഡ്യൂ ഗാർഡൻ ഫ്ലൈയുടെ ഒരു കവറിന്റെ അകത്ത് തന്നെ 10 പാഡുകളാണ് ഉള്ളത്. അതില് 4 നൈറ്റ് പാഡ്, 6 ഡേ പാഡ്സും ആണ്. അപ്പൊ അത് സാധാരണ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ വാങ്ങേണ്ടി വരും അല്ലേ? പുറത്ത് ഇപ്പൊ നൈറ്റ് പാഡ്സ് തന്നെ ഒരു പാക്കറ്റ്, പിന്നെ ഡേ പാഡ്സ് തന്നെ ഒരു പാക്കറ്റ്, അങ്ങനെയൊക്കെയാണ് നമുക്ക് വാങ്ങാൻ കഴിയുക. ഇത് എന്ന് വെച്ചാൽ ഡേ പാഡ്സും നൈറ്റ് പാഡ്സും ഒരേപോലെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അതിലൂടെ ഒറ്റ പാക്കറ്റിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കൂടാണ്ട് നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് കൂടെ, നമ്മുടെ മെൻസ്ട്രൽ ഹൈജീൻ അതല്ലെങ്കിൽ ഇന്റിമേറ്റ് ഹൈജീൻ നമുക്ക് കീപ്പ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഫോമിംഗ് ഇന്റിമേറ്റ് വാഷ്. ഈ ഫോമിംഗ് ഇന്റിമേറ്റ് വാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹൈജീന്റെ, വിമൻ ഹൈജീന്റെ ഒരു പാർട്ടാണ്. അതായത് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയുടെ pHനെ തത്തുല്യമായ pHയോട് കൂടിയിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫോമിംഗ് ഇന്റിമേറ്റ് വാഷ്. അതായത് 3.5 മുതൽ 4.5 വരെയാണ് സാധാരണഗതിയിൽ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയുടെ ഒരു pH ലെവൽ വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സോപ്പോ മറ്റുള്ള പിന്നെ കൂടുതൽ ആൽക്കലി അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ഇന്റിമേറ്റ് ഏരിയ വൃത്തിയാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അത് ആ ഭാഗങ്ങളിൽ കൂടുതൽ ഡ്രൈനെസ് ഉണ്ടാവുന്നതിനും ബാക്ടീരിയ ഇൻഫെക്ഷൻസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതിനും അതേപോലെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, നമുക്ക് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒഴിവാക്കുന്നതിന് നമുക്ക് ഫോമിംഗ് ഇന്റിമേറ്റ് വാഷ് ഉപയോഗിക്കുന്നത് വഴി സാധിക്കുന്നു. അതേപോലെ ഒരു ഒഡോർ കൺട്രോൾ, ബാഡ് അഡോർ ഇല്ലാതിരിക്കുന്നതിനും ഈ ഫോമിംഗ് ഇന്റിമേറ്റ് വാഷ് ഉപയോഗിക്കുന്നത് വഴി സാധിക്കും. ആരോഗ്യകരമായിട്ട് വൃത്തി ശീലിക്കുന്നതിന് സഹായിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഡ്യൂ ഗാർഡൻ ഫ്ലൈയും അതേപോലെ തന്നെ ഫോമിംഗ് ഇന്റിമേറ്റ് വാഷും. ഈ 2 പ്രൊഡക്റ്റുകളിലൂടെ നമുക്ക് കമ്പനി തരുന്നത്. അപ്പോൾ ഇത്രയും മാത്രമൊന്നുമല്ല നമുക്ക് സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകൾ ഇനിയുമുണ്ട്. നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും ഉണ്ട്. എല്ലാം നമുക്ക് എല്ലാം ഇവിടെ പഠിക്കാനായിട്ടുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞു പോകാം. അതായത് PCOD ആണ്. PCOD എന്ന് പറയുന്നത് ഇപ്പൊ ഒരു യങ്സ്റ്റർ ഏറ്റവും അധികം കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതിൽ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ സപ്ലിമെന്റുകളൊക്കെ തന്നെയാണ് അവിടെയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. PCODക്ക് നമുക്ക് ക്രിയോ അല്ലെങ്കിൽ ഫ്ലാക്സ് ഓയിൽ നിർബന്ധമായിട്ടും കൊടുക്കാം. അതേപോലെ ശതാവരി മാക്സ്, സീബക്തോൺ, അലോവേര, ഈ പ്രോഡക്റ്റുകൾ നമ്മൾ മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കണം. അതേപോലെ അവരുടെ ഡെഫിഷ്യൻസി അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. PCOD വരുന്ന ലൈഫ് സ്റ്റൈലാണ്, ഓക്കെ. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ചില ഡെഫിഷ്യൻസീസും അതിലേക്ക് വഴിതെളിക്കാറുണ്ട്. അപ്പൊ എന്താണോ അവരുടെ ശരീരത്തിലുള്ള ഡെഫിഷ്യൻസി, ചിലപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ക്രാൻബെറി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ സപ്ലിമെന്റുകൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്ത്രീയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ സപ്ലിമെന്റുകളിലൂടെ തന്നെ സാധിക്കും. അതുകൂടാണ്ട് കൂടുതൽ വിപത്തുകളിലേക്ക് പോകാതിരിക്കുന്നതിന് ഒരു പ്രിവെന്റീവായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ വെസ്റ്റീജ് കമ്പനി നമുക്ക് തരുന്ന ഈ ഇത്രയും പറഞ്ഞു പോയ ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ. എല്ലാ പ്രോഡക്റ്റുകളും ഒന്നിൽ മികച്ച ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള മണി ബാഗ് ഗ്യാരണ്ടിയുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുകയും മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സമൂഹത്തിന്റെ തന്നെ ആരോഗ്യം
കെട്ടിപ്പടുക്കുന്നതിന് ഏറ്റവും നമ്മൾ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. എല്ലാവരും അതിന് ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. വിഷ് യു വെൽ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സവിത മാം. അപ്പം നമുക്ക് ഇന്ന് വുമൻസ് ഹെൽത്തിനെ കുറിച്ച് സവിത മാം വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു. നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യാതെ നമ്മള് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നതും അതിനെക്കൊണ്ട് നമുക്കുണ്ടാകുന്ന ഓരോ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നു. അതേപോലെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ സ്ത്രീകൾ ഉപയോഗിക്കേണ്ടത്, സ്ത്രീകൾക്ക് എന്തൊക്കെ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്, അതും എന്തൊക്കെ ഭവിഷ്യത്തുകൾ നമുക്ക് സംഭവിക്കാം എന്നും, അതുപോലെ തന്നെ അപ്പോഴൊക്കെ നമ്മൾ കഴിക്കേണ്ട ഓരോ സപ്ലിമെന്റ് ഒക്കെ എന്തൊക്കെയാണ് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നു. അതുപോലെ നമ്മുടെ ശരിയായ രീതിയിൽ ഉറങ്ങാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പിടിപെടാവുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അത് സപ്ലിമെന്റുകളെ കുറിച്ചും വളരെ തന്നെ നമുക്ക് നല്ല തന്നെ പറഞ്ഞു തന്നു. അപ്പം ഇതൊക്കെ പറഞ്ഞു തന്ന മാമിന് നമുക്ക് ചാറ്റ് ബോക്സിലൂടെ നന്ദി അറിയിക്കാവുന്നതാണ്. അപ്പം മാം ശതാവരി മാക്സിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒട്ടേറെ പ്രോഡക്റ്റുകളെ പറ്റി മാം പറഞ്ഞു തന്നു. ഇപ്പം ഞാനിപ്പം പറഞ്ഞ റെസ്റ്റിലാണ്. കാരണം ഒരു 5-6 മാസം മുന്നേ ഞാനിന്ന് വണ്ടിയും കൊണ്ട് വീണിട്ട് എനിക്ക് ചെറിയൊരു ആക്സിഡന്റ്, നടുവിന് ചെറിയ പ്രശ്നം വന്നു. ആ കാര്യമാക്കിയില്ല. ഇപ്പൊ എനിക്ക് നട്ടെല്ല് അകന്നിട്ടാണ്, അതുകൊണ്ട് റെസ്റ്റിലാണ്. പക്ഷെ ഞാൻ എന്നാലും വണ്ടി എടുത്ത് ഓടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുന്നേ ഞാൻ ചെന്നപ്പോ എക്സ്റേ എടുത്ത് കാണിച്ചപ്പോഴേ ശരിക്കും കാണിച്ചു തന്നു. ആ എല്ല് ഇങ്ങനെയാ, ഈ രീതിയിലാണ് നിങ്ങളുടെ എല്ലുള്ളത്. അപ്പം ഒരു 3 വിരൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ രീതിയിലാണ് എന്റെ എല്ലുള്ളത്. അപ്പൊ അത് ഡോക്ടർ കാണിച്ചു തന്നു. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഇതും വെച്ചിട്ട് നിങ്ങൾ ഈ സ്കൂട്ടി എടുത്ത് എങ്ങനെ നടക്കുന്നു, നിങ്ങൾക്ക് വേദന വരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വേദന ചില സമയത്ത് വരാറുണ്ട്, പക്ഷെ അപ്പം ഞാനൊരു സൂപ്പർ പ്രോഡക്റ്റ് ഉണ്ട്, ഞാനത് കഴിക്കും. അന്നേരം എനിക്ക് അത്യാവശ്യം എനിക്ക് ഓടാവുന്ന രീതിയിലാകാറുണ്ടെന്ന്. അപ്പൊ ഞാൻ കഴിക്കുന്ന പ്രൊഡക്റ്റ് എന്താന്ന് വെച്ചാല്, എനിക്ക് വേദന തോന്നും, എനിക്കൊരു ക്ഷീണം വരുന്നു തോന്നുമ്പോൾ ഞാൻ CMD എടുത്ത് കുടിക്കും. അതുപോലെ തന്നെ കാൽസ്യം കഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ കഴിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഞാൻ അവിടെ ഡോക്ടറോട് കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇത് കഴിച്ചിട്ടാണോ നിങ്ങൾ ഓടുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അത് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ മരുന്നുകളും കൂടെ കഴിക്കാൻ പറഞ്ഞു. അപ്പം നമ്മുടെ പ്രോഡക്റ്റുകൾ കഴിക്കാൻ പറ്റുന്നവരെന്നല്ല, നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിന് നമുക്ക് ഇവിടെ നമ്മുടെ വെസ്റ്റീജിൽ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ അത് വേണ്ടിയിൽ ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് നല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും വിഷ് യു വെൽ. എനിക്ക് ഈ ഒരു അവസരം തന്ന, ഈ ചാൻസ് പെട്ടെന്ന് കിട്ടിയതാണ്. അപ്പം ഈ ഒരു അവസരം തന്ന വിന്നിംഗ് ടീമിലെ ഓരോ ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. ഓക്കെ, വിഷ് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു.